ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരായിരുന്ന മൂന്ന് പേരാണ് നെഹ്റു, ഇന്ദിര, മോദി. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഒരു പുതിയ രാജ്യത്തെ കെട്ടിപ്പൊക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പട്ടേൽ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിലും നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്നത്തെ ഇന്ത്യയെ അതിശക്തമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന നിലയിലും ശക്തയായ ഒരു ഭരണാധികാരി എന്ന നിലയിലും ലോകപ്രസിദ്ധിയായിട്ടുള്ള ആളാണ്. നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മോദിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോദിയെ വിശകലനം ചെയ്യാൻ, വിലയിരുത്താൻ ഇനിയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് കഴിയൂ. പക്ഷേ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എങ്ങനെ മാറിയെന്നും ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും കടത്തിവെട്ടിക്കൊണ്ട് ഇനി ഭാവിയിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ മോദി എന്ന നിലയിൽ അറിയപ്പെടാൻ പോകുന്നതിന്റെ കാരണങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് കൈവരിച്ച നേട്ടങ്ങളെല്ലാം മോദിയുടെ കീഴിൽ ആണ് എന്ന് പറഞ്ഞാൽ അത് വലിയ അന്യായമായി പോകും. നമ്മുടെ രാജ്യത്തെ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിക്കുന്നതിൽ നിരവധി വ്യക്തികളുടെ പങ്ക് വളരെ വലുതാണ്. പക്ഷെ എന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ രാജ്യം അറിയപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ പേരിലാണ് എന്ന വസ്തുതയും പറയാതെ വയ്യ. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി, മൻമോഹൻ സിംഗ് തുടങ്ങിയ വ്യക്തികളെ ഓർക്കാതെ നമുക്ക് ഒരിക്കലും ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതാണ് ഈ രാജ്യത്തിന് വേണ്ടി. എന്തിനേറെ പറയുന്നു, രാജീവ് ഗാന്ധി പോലും ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന പല ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചവരാണ്. വീഴ്ചകളും ഇവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചവരുമാണ്. എന്നാൽ നരേന്ദ്രമോദി മുൻകാല ഭരണാധികാരികൾക്കുണ്ടായ വീഴ്ചകൾ ഒന്നൊന്നായിട്ട് നികത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ വേറൊരു ലെവലിലേക്കാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. അതിലേക്ക് വിശദമായി നമുക്ക് പോകാം. ഒപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം സന്ദർശിക്കുകയും അവിടെ അദ്ദേഹത്തിനെ ആ രാജ്യം ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ലോവാക്യ എന്ന രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ഒരു അംഗീകാരം, പരമോന്നത ബഹുമതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം സ്ലോവാക്യൻ പ്രസിഡന്റ് സമ്മാനിക്കുകയുണ്ടായി. ഏതാണ്ട് 33-34 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവരുടെ പരമോന്നത ബഹുമതി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. സൗദി അറേബ്യ തൊട്ടതാ ഇപ്പോൾ സ്ലോവാക്യ വരെ എത്രയോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, അങ്ങനെ ലോകത്തെ പല ഭാഗങ്ങളിലുമുള്ള പല രാജ്യങ്ങളും അവരുടെ പരമോന്നത ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് ലോകത്ത് തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ എടുത്താൽ വ്ളാഡിമിർ പുടിൻ, ഷീ ജിൻപിങ്, നരേന്ദ്രമോദി, ഈ മൂന്ന് പേര് നമ്മൾ എടുത്താൽ ഇവരിൽ ഏറ്റവും കൂടുതൽ ബഹുമതികൾ നേടിയിട്ടുള്ള ഏകയാൾ നരേന്ദ്രമോദിയാണ്. എന്തിനേറെ പറയുന്നു, ബ്രിട്ടീഷ് രാജാവിനേക്കാളും രാജ്ഞിയേക്കാളും കൂടുതൽ പരമോന്നത ബഹുമതികൾ ഇന്ന് നരേന്ദ്രമോദിയുടെ പേരിലാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതികൾ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ അല്ല, മോദിക്കാണ്. അതായത് ലോകം ആദരവോടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നത്. ഇവിടെ പലരും നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയയിലൂടെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അവർ കാണാതെ പോകുന്നത് ലോകത്തെ പ്രബല രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ ബഹുമാനത്തോടെയും ആദരവോടെയുമാണ് കാണുന്നത്. ഒരു മിനിറ്റേ, ആരും പറഞ്ഞേക്കരുത് അത് ഇന്ത്യയോടുള്ള ബഹുമാനമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണെന്ന്. അങ്ങനെയെങ്കിൽ 10 വർഷം ഭരിച്ച നമ്മുടെ മൻമോഹൻ സിംഗ്, അദ്ദേഹം നല്ലൊരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എത്ര മെഡലുകൾ ലോകരാജ്യങ്ങൾ നൽകി, അംഗീകാരങ്ങൾ നൽകി? അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, എത്രയോ പ്രധാനമന്ത്രിമാർ ഈ രാജ്യം കണ്ടു. അവർക്കൊന്നും കിട്ടാത്ത അംഗീകാരം എന്തുകൊണ്ട് മോദിക്ക്? മോദി ഒരു മോശം ഭരണാധികാരിയാണെങ്കിൽ ലോകരാജ്യങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെ ബഹുമാനിക്കുമോ? ഞാൻ എടുത്തു പറഞ്ഞു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോ കിട്ടാത്ത അംഗീകാരമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലോകത്ത് ലഭിക്കുന്നത് എന്ന്. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോ ബ്രിട്ടീഷ് രാജാവിനോ കിട്ടാത്ത അംഗീകാരങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത് എന്ന്. സോ നരേന്ദ്രമോദി ഇന്ത്യയുടെ മുൻകാല ഭരണാധികാരികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതിനപ്പുറം ലോകാരാധ്യനായിട്ടുള്ള ഒരു വ്യക്തിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും അംഗീകരിക്കാൻ മടിയുള്ളത് നമ്മുടെ നാട്ടിലെ കുറച്ചു പേർക്ക് മാത്രമാണ്. മറിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അതിവേഗത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ്.
ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയ പാശ്ചാത്യ അംഗീകാരങ്ങൾ എടുത്താൽ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ എന്ന് പറയുന്ന ഒരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഫ്രാൻസിൽ നിന്ന്. ചീഫ് കമാൻഡർ ഓഫ് ദി ലെജിയൻ ഓഫ് മെറിറ്റ് എന്ന് പറയുന്ന അംഗീകാരം ബഹുമതി കിട്ടുന്നത് US നിന്നാണ്. ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് 2026 അദ്ദേഹത്തിന് കിട്ടിയതാണ്. സൗദി അറേബ്യ അദ്ദേഹത്തിന് ഓർഡർ ഓഫ് കിങ് അബ്ദുൾ അസീസ് നൽകിയത് 2016 UAE ഓർഡർ ഓഫ് സായിദ് നൽകിയത് 2019 ഫലസ്തീൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയത്. ആഗോള ഏജൻസി ആയിട്ടുള്ള മോർണിംഗ് കൺസൾട്ട് നടത്തുന്ന സർവേകൾ പ്രകാരം നിലവിലുള്ള ലോക നേതാക്കളിൽ ഏറ്റവും ഉയർന്ന ആഭ്യന്തര ജനപ്രീതിയുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. 70 മുതൽ 75% വരെയാണ് അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. 140 കോടി ജനങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് വലിയ ജനവിധി നേടി അധികാരത്തിലെത്തുന്ന അദ്ദേഹം ആഗോള തലത്തിൽ തന്നെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള നേതാവ് കൂടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല, തർക്കിക്കാൻ ആർക്കും കഴിയുകയുമില്ല. ഇതില് നമ്മളെ അതിശയിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പുലർത്തുന്ന നയതന്ത്ര നീക്കങ്ങളാണ്. നോക്കൂ, പരസ്പരം കടുത്ത രാഷ്ട്രീയ ഭിന്നതകളുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരേ സമയം പരമോന്നത ബഹുമതികൾ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ ഇടപെടുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇന്ത്യ ഇടപെടുന്ന രാജ്യങ്ങൾ എടുത്താൽ US റഷ്യയും ശത്രുക്കളാണ്. ഇസ്രായേലും പലസ്തീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേലും ചില ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പരസ്പര കടുത്ത രാഷ്ട്രീയ ഭിന്നതകളുള്ള രാജ്യങ്ങളിൽ നിന്ന് പക്ഷേ ഒരേ സമയം പരമോന്നത ബഹുമതികൾ സ്വന്തമാക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയുടെ പുരസ്കാര പട്ടികയെ തന്നെ വ്യത്യസ്തമാക്കുകയാണ്. അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് UAE, സൗദി അറേബ്യ തുടങ്ങിയ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന അതേ സമയം തന്നെ റഷ്യയുടെയും പരമോന്നത ബഹുമതി നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു എന്നിവരെക്കാൾ ഇനി മുതൽ നരേന്ദ്രമോദിയുടെ പേരിലായിരിക്കും നമ്മുടെ രാജ്യം ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന്. നെഹ്റു പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യ 0 എന്നതൊരു വസ്തുതയാണ്. സാക്ഷരത കുറവാണ്, കടുത്ത ദാരിദ്ര്യം, വിഭജനത്തിന്റെ മുറിവുകൾ. അന്നത്തെ വെല്ലുവിളി ഒരു രാജ്യത്തെ കെട്ടിപ്പൊക്കുക എന്നതായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പിന്തുണ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നിരുന്നാലും പ്രധാനമന്ത്രി എന്ന നിലയിൽ നെഹ്റുവിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് അഭിമാനമായ IIT-കൾ, IIM, എയിംസ്, ISROയുടെ മുൻഗാമിയായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആരംഭം തുടങ്ങിയ വിവിധ സംഭവങ്ങൾക്ക് ആദ്യമായിട്ട് തുടക്കമിടുന്നത് നെഹ്റുവിന്റെ കാലത്താണ്. നെഹ്റുവിന്റെ കാലത്ത് തന്നെയാണ് രാജ്യത്ത് വ്യവസായവൽക്കരണം ഉണ്ടാവുന്നത്. നമ്മുടെ രാജ്യത്തെ വ്യവസായവൽക്കരണത്തിലേക്ക് നയിച്ചത് നെഹ്റുവാണ്. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെയോ റഷ്യയുടെയോ പക്ഷം ചേരാതെ ഇന്ത്യയുടെ പരമാധികാരം സൂക്ഷിക്കുന്ന ചേരിചേരാ നയം നെഹ്റു തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ഇന്ന് നരേന്ദ്രമോദിക്ക് പോലും ഒരു മാതൃകയായിട്ട് കാണാവുന്ന കാര്യമാണ്. മോദി അതിനെ പരിഷ്കരിച്ച് ഇന്നത് എല്ലാ ചേരികളോടും സഹകരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ ചേരിചേരാ നയം ഇന്ത്യക്ക് പലപ്പോഴും ഗുണം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ നെഹ്റുവിന് പറ്റിയൊരു കാര്യം, സാമ്പത്തികമായിട്ട് അദ്ദേഹം കടുത്ത സോഷ്യലിസ്റ്റ് നയം സ്വീകരിച്ചത് സ്വകാര്യ പങ്കാളിത്തത്തെയും ബിസിനസ് വളർച്ചയും തളർത്തുകയും കൂടാതെ 1962 ചൈനീസ് യുദ്ധത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അതൊരു തന്ത്രപരമായ പരാജയമായിട്ട് അദ്ദേഹത്തിന്റെ കാലയളവിൽ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ വീഴ്ച തന്നെയായിരുന്നു. ഇങ്ങനെ ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിൽ ഭക്ഷ്യക്ഷാമവും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത സുരക്ഷാ ഭീഷണികളും നിറഞ്ഞ ഒരു കാലമാണ് ഇന്ദിര ഭരിക്കുന്നത്. നയതന്ത്രത്തിലും ആഭ്യന്തര സുരക്ഷയിലും കടുത്ത തീരുമാനങ്ങൾ എടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പാകിസ്ഥാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞു എന്നതൊരു വലിയ നേട്ടം തന്നെയാണ്. അമേരിക്കൻ ഭീഷണി ഉണ്ടായിരുന്നപ്പോൾ റഷ്യയുമായിട്ട് തന്ത്രപരമായ കരാറുണ്ടാക്കിയാണ് ആ ഒരു ചരിത്ര വിജയം നേടാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയെ ഗോതമ്പ്, നെല്ല് ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കാൻ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കഴിഞ്ഞു. 1974 സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ആദ്യ ആണവ പരീക്ഷണം ഇന്ത്യയെ ഒരു ആണവ ശക്തിയാക്കി മാറ്റുകയും ഇന്നത്തെ ലോകശക്തികളിൽ ഒന്നായി വളരുന്നതിൽ ഇന്ത്യക്ക് നിർണായകമായ അടിത്തറ പാവുകയും ചെയ്തു എന്നത് വിസ്മരിക്കാൻ കഴിയാത്ത ഇന്ദിരാഗാന്ധിയുടെ നേട്ടങ്ങളിൽ ഒന്നാണ്. സാധാരണക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാൻ
14 സ്വകാര്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്നത് മറ്റൊരു നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും മോശം എന്ന നിലയിൽ അഭിപ്രായപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തെയാണ്. എന്നാൽ അതിലുപരിയായിട്ട് ഇന്ദിരാഗാന്ധിക്ക് സുരക്ഷാപരമായി തന്നെ ചില വീഴ്ചകൾ സംഭവിച്ചു. അത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലേക്ക് നയിച്ചത്. അന്ന് ഇന്ത്യക്കകത്ത് കയറി കളിക്കാൻ പല വിദേശ ശക്തികളും ഇടപെട്ടിട്ടുമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലേക്ക് നയിച്ചത് അത്തരം സംഭവങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നതിൽ ഇന്ദിരാഗാന്ധിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് നരസിംഹറാവു വന്നതോടെയാണ് നമുക്ക് ആ ഒരു മേഖലയിൽ മുന്നേറ്റം ഉണ്ടാവുന്നത്. സോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ ആ ഒരു തിരിച്ചടിയെ കാണാതെ പോകാൻ കഴിയില്ല. കാരണം ഇതേ കാലത്താണ് ചൈന എക്കണോമിക് റീഫോംസിലൂടെ അവരുടെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ തുടങ്ങുന്നത്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് ഇന്നും നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് നരേന്ദ്രമോദിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എങ്ങനെയാണ് മോദി ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത് എന്ന് പലർക്കും ഒരു സംശയമായിട്ട് തോന്നാം. ഇവിടെയാണ് നെഹ്റു അടിത്തറയിട്ടു, ഇന്ദിരാഗാന്ധി അതിനെ സംരക്ഷിച്ച് കൂടുതൽ ശക്തമാക്കി. എന്നാൽ മോദി ആ അടിത്തറയ്ക്ക് മുകളിൽ ഇന്ത്യയെ ഒരു ആഗോള ശക്തിയായിട്ട് റീബ്രാൻഡ് ചെയ്തു എന്നതാണ് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മുടെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു, അഴിമതി ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പരിധിവരെ തുടച്ചു നീക്കുന്നതിൽ നരേന്ദ്രമോദി വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അടിത്തറ പാകിക്കൊണ്ട് രാജ്യത്തെ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിലും രാജ്യത്തെ ഒരു മാനുഫാക്ചറിങ് പവറാക്കി മാറ്റുന്നതിലും ഒരു വിഷൻ രൂപീകരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും രാജ്യത്തെ ശക്തമായി വളർത്തുന്നതിലും നരേന്ദ്രമോദി ഇപ്പോൾ വഹിക്കുന്ന പങ്ക് എടുത്തു പറയേണ്ടതാണ്. സെമി കണ്ടക്ടർ മേഖല മാത്രമല്ല, AI കാര്യത്തിൽ മാത്രമല്ല, സകല മേഖലയിലും നമുക്കിത് കാണാൻ പറ്റും. ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യമാണ്. റെയിൽവേകളുടെ കണക്ടിവിറ്റി, റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, റോഡ് ഗതാഗതം ശക്തമാക്കുക, പുതിയ റോഡുകൾ പണിയുക, കണക്ടിവിറ്റി എളുപ്പമാക്കുക, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി ശക്തമാക്കുക, നഗരങ്ങളെ തമ്മിൽ വേഗത്തിൽ ബന്ധിപ്പിക്കുക, കൂടുതൽ ബിസിനസ്സുകൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, കൂടുതൽ സംരംഭകരെ ക്ഷണിക്കുക, വിദേശ നിക്ഷേപം കൊണ്ടുവരിക, ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പൊ ഡിഫൻസ് മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യ ഇന്ന് അതിവേഗത്തിൽ വളരുന്നൊരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം എന്നതിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. ഉൽപാദന രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം കൂടി കൊണ്ടുവന്നുകൊണ്ട് അതിവേഗത്തിൽ ഒരു എക്കണോമിക് പവറായും സൈനിക ശക്തിയായിട്ടും ഇന്ത്യ വളരുകയാണ്. ഇന്ന് ഇന്ത്യയെ റഷ്യയും ചൈനയും അമേരിക്കയും യൂറോപ്പും അടക്കം ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ടും ഒരു ഗ്രേറ്റ് പവറായിട്ടും അംഗീകരിക്കുന്നു എന്നത് നരേന്ദ്രമോദിയുടെ കാലത്തുണ്ടായ ഒരു മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അടുക്കും ചിട്ടയും ഇല്ലാതെ കിടന്നിരുന്ന രാജ്യത്തെ വിവിധ സിസ്റ്റങ്ങളെ, സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ കൃത്യമായ പാതയിലൂടെ നയിക്കാൻ മോദിക്ക് കഴിയുന്നുണ്ട് എന്നതാണ്. നെഹ്റു ഇന്ത്യയെ തുടങ്ങി വെച്ചു, ഇന്ദിരാഗാന്ധി അതിനെ സംരക്ഷിച്ച് അതിർത്തി കാത്തു, നരേന്ദ്രമോദി അതിനെ വളർത്തി വലുതാക്കി. അതാണ് ചുരുക്കി പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇനി മോദിയുടെ പേരിൽ തന്നെ ഇന്ത്യ അറിയപ്പെടുമെന്ന് പറയുന്നത്. പണ്ട് കേന്ദ്രം നൽകുന്ന പണം സാധാരണക്കാരിലേക്ക് എത്തുമ്പോഴേക്കും ഇടനിലക്കാർ അടിച്ചു മാറ്റും, അഴിമതി വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. മോദി ഇതെല്ലാം മാറ്റിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളും ആധാറും ഫോണും എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചു. ഇന്ന് പെൻഷൻ ആയാലും ഗ്യാസ് സബ്സിഡി ആയാലും പണം നേരിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക്, അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. ഫോൺ പേയും ഗൂഗിൾ പേയും അടക്കമുള്ള സംവിധാനങ്ങൾ വന്നതിലൂടെ വൻകിട കോർപ്പറേറ്റുകൾ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ഈ ചെറുകിട കച്ചവടക്കാർ വരെ ഇന്ന് ഡിജിറ്റലായി മാറി. എന്തിനേറെ പറയുന്നു, ഭിക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ വരെ QR കോഡും കൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത്. പണ്ട് ഒരു പാലമോ റോഡോ പ്രഖ്യാപിച്ചാൽ അത് പൂർത്തിയാകാൻ പതിറ്റാണ്ടുകൾ എടുക്കുമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് കാര്യങ്ങൾക്ക് വേഗത കൂടി. വന്ദേ ഭാരത് ട്രെയിനുകൾ, ലോകോത്തര ഹൈവേകൾ, എയർപോർട്ടുകൾ എന്നിവയൊക്കെ വെറുതെ നിർമ്മിക്കുകയല്ല, പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കും എന്നതാണ് മോദിയുടെ ഇന്ത്യയിൽ ഉണ്ടായ മാറ്റം. പണ്ട് അയൽ രാജ്യങ്ങൾ ആക്രമിച്ചാൽ ഇന്ത്യ പരാതി പറയുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ മോദി വന്നതിന് ശേഷം നയം മാറി. അതിന്റെ രുചി എന്താണെന്ന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും എന്താണ് എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചൈനയെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഇന്ത്യയുടെ വാക്കിന് വലിയ വിലയുണ്ട്. ചുരുക്കത്തിൽ നെഹ്റുവും ഇന്ദിരയും ഇന്ത്യയെ നിലനിർത്താൻ നോക്കിയപ്പോൾ മോദി ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിച്ചു എന്നതാണ് വ്യത്യാസം. ഇത് നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ അല്ലാതാവുന്നില്ല. നരേന്ദ്രമോദിയുടെ ഇന്ത്യ മൻമോഹൻ സിംഗിന്റെ ഇന്ത്യയേക്കാൾ ഒരുപാട് മാറിയിരിക്കുന്നു. വളരെ ശക്തമായ നിലപാടുകളുള്ള ഒരു ആഗോള ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് മുൻപൊരു ഭരണാധികാരിക്കും കിട്ടാത്ത അംഗീകാരം ലോക രാജ്യങ്ങൾക്കിടയിൽ ലഭിക്കുന്നത്. എപ്പോഴാണ് ഒരു ഭരണാധികാരിയെ ഒരു രാജ്യം അവരുടെ പരമോന്നത അംഗീകാരം കൊടുത്ത്, ബഹുമതി കൊടുത്ത് ആ ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നത്? ആ വ്യക്തി അത്രയും വാല്യുബിൾ ആണെന്ന് ആ രാജ്യത്തിന് തോന്നുമ്പോഴാണ്.
മൻമോഹൻ സിംഗിനും ഇന്ദിരാഗാന്ധിക്കും നെഹ്റുവിനും പോലും കിട്ടാത്ത ഒരു അംഗീകാരം മോദിക്ക് കിട്ടാൻ കാരണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കോ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കോ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരിക്കോ കിട്ടാത്ത അംഗീകാരം മോദിക്ക് കിട്ടാൻ കാരണം, മോദി ഒരു വാല്യുബിൾ പേഴ്സൺ ആണ്, ഇന്ത്യ എന്ന് പറയുന്ന ശക്തമായ രാജ്യത്തിന്റെ ഭരണാധികാരിയാണെന്ന് ലോകരാജ്യങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ്. നേരത്തെ നമ്മളെ അങ്ങനെ ഒരു വലിയ ശക്തിയായിട്ട് ലോകരാജ്യങ്ങൾ കണ്ടിരുന്നില്ല, ഒരു ദരിദ്ര രാഷ്ട്രം മാത്രമായിട്ട് കണ്ടിരുന്നു. എന്നാൽ ഇന്ത്യ ഇന്നൊരു ആഗോള ശക്തിയാണെന്നും അതിവേഗത്തിൽ വളരുന്ന ഒരു ഫ്യൂച്ചർ സൂപ്പർ പവർ ആണെന്നും ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള മോദിയാണ് വരുന്നത്. മോദി വളരെ പവർഫുൾ ആണ്, മോദിയാണ് ഇന്ത്യയെ ഈ നിലയിൽ ശക്തമാക്കി മാറ്റിയത് എന്ന ചിന്തയുണ്ടാകുമ്പോഴാണ് ഓരോ രാജ്യങ്ങളും അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി അല്ലെങ്കിൽ പരമോന്നത ബഹുമതി കൊടുത്ത് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്. ആ അംഗീകാരങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്നതിന്റെ ഏറ്റവും വലിയ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന തെളിവ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.